എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോജ വി ജോസഫ്, കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടൻറ്റ് ക്യാൻസർ സർജനാണ്. തീരെ ഇഷ്ടമില്ലാത്ത, സന്തോഷമില്ലാത്ത സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് ചെയ്യുന്ന ആദ്യത്തേതും അവസാനത്തേതുമായ ഒരു വീഡിയോ ആണ്. സാധാരണ ഞാൻ ചെയ്യുന്ന വീഡിയോ എന്നെ MBBS, MS, MCH പഠിപ്പിച്ച എൻ്റെ സമൂഹത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ ഉന്നമനത്തിനായി, അല്ലെങ്കിൽ അവരിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഏതെങ്കിലും മെസ്സേജ് വരുമ്പോൾ അത് അവർ തട്ടിപ്പിൽ വീഴാതിരിക്കാൻ അത് കറക്റ്റ് ചെയ്യാനായി, അല്ലെങ്കിൽ എനിക്കുള്ള അറിവ് എൻ്റെ സമൂഹത്തിന് പകർന്നു കൊടുക്കുക എന്നുള്ള നല്ല കാര്യം ചെയ്യുമ്പോൾ വളരെ സന്തോഷത്തോടെ ത്രിൽഡായിട്ടാണ് ഞാൻ സാധാരണ ഇതിനു മുമ്പ് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നത്. ഡോക്ടർ ജോജ വി ജോസഫ് ഇതിനൊരു മറുപടി തരണേ എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തിടെ ഒരു യൂട്യൂബർ മിസ്റ്റർ ജോസ് തോമസ് ഇട്ട ഒരു വീഡിയോയ്ക്കുള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ. സാധാരണ ഇത്തരം യൂട്യൂബർ വീഡിയോസ് വരുമ്പോൾ ഞാനത് അർഹിക്കുന്ന അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് പതിവ്. എന്നാൽ ഇത് നിരവധി ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് എന്നോട് പലരും പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിനൊരു മറുപടി കൊടുക്കാം എന്ന് തന്നെ തീരുമാനിച്ചത്. നമസ്കാരം. ഞാൻ എൻ്റെ ചാനൽ ആരംഭിച്ച് 4-മത്തെയോ 5-മത്തെയോ ഒരു വീഡിയോ വളരെ വൈറലായ 12 ലക്ഷത്തിലധികം പേര് കണ്ട ഒരു വീഡിയോ. അപ്പുറത്തെല്ലാം പോയി ഓളിയിട്, ഞാനൊന്ന് എഴുതി തീർക്കട്ടെ. കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ ഒരുപാട് പേർ എന്നോട് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ വല്ല പെസ്റ്റിസൈഡ്സും യൂസ് ചെയ്യുന്നുണ്ടോ എന്ന്. നോ ഗൈസ്, ഇതെല്ലാം ഞാൻ കഷ്ടപ്പെട്ട് പണിയെടുത്തുണ്ടാക്കിയതാണ് ഗൈസ്. ആകെ 19 സബ്സ്ക്രൈബേഴ്സ് ആണ് നിനക്കുള്ളത്. ആരാടാ ചോദിച്ചത് എന്നോട്? പറയ്. വീഡിയോയുടെ തുടക്കം നിങ്ങൾ കേട്ട് കാണുമല്ലോ. വീഡിയോയുടെ തുടക്കം കേൾക്കുമ്പോൾ തന്നെ ആളൊരു SP ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. SP എന്ന് പറഞ്ഞാൽ സൂപ്രണ്ടൻ്റ് ഓഫ് പോലീസ് എന്നല്ല, സ്വയം പൊങ്ങി എന്നാണ് നമ്മുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്നത്. കാരണം നിങ്ങൾ കേട്ട് കാണും, ഇൻട്രോ ഇടുന്നത് തന്നെ പുള്ളി വീഡിയോ തുടങ്ങി 4-മത്തെ വീഡിയോ 20 ലക്ഷം പേര് കണ്ടു എന്ന് പറഞ്ഞ് ഒരു സ്വയം പൊങ്ങിയ ഒരു ഇൻട്രോ ഇട്ടുകൊണ്ടാണ് പുള്ളി വീഡിയോ ആരംഭിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എൻ്റെ വീഡിയോയുടെ ചാനലിലേക്കൊന്ന് എത്തി നോക്കി. ചാനലിൻ്റെ ശരിയാണ്, പുള്ളി 4-മത്തെ 5-മത്തെ അല്ല 7-മത്തെ വീഡിയോ ആണ് ഈ മനോജ് ജോൺസനെ കുറിച്ച് ഇട്ട വീഡിയോ. അത് ലക്ഷങ്ങൾ കണ്ടുകയും ചെയ്തു. പക്ഷേ അതിനു മുമ്പുള്ള വീഡിയോസ് അല്ലെങ്കിൽ അതിന് ശേഷമുള്ള വീഡിയോസൊക്കെ 4000-5000 പേര് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് പുള്ളിയുടെ ചാനലിൽ കയറി നോക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ മാത്രം ലക്ഷം കണ്ടു എന്ന് പറഞ്ഞാൽ ഇനി വല്ല പെയ്ഡ് പ്രൊമോഷനാണോ? എനിക്കറിയില്ല, ആണോ എന്ന് എനിക്കൊരു സംശയം മാത്രം. ഓക്കെ, അപ്പം വീണ്ടും ഞാൻ ഒന്നുകൂടി പുള്ളിയുടെ ചാനലിൻ്റെ ഡിസ്ക്രിപ്ഷൻ നോക്കി. അപ്പോൾ ഡിസ്ക്രിപ്ഷനിലേക്ക് പോകുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ചാനലിൽ നിന്ന് നമുക്കൊരു കാര്യം മനസ്സിലാവും. അതായത് മനോജ് ജോൺസൺ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അവിടെ ഒരു അവതാര പുരുഷനായിട്ട് അവതരിക്കുന്ന ഒരു മൂർത്തിയാണ് നമ്മുടെ ഈ ജോസ് തോമസ്. പ്രധാനമായും അദ്ദേഹത്തിൻ്റെ വീഡിയോസാണ് അദ്ദേഹത്തിൻ്റെ തുടക്കകാലത്ത് ഇദ്ദേഹത്തിൻ്റെ ചാനലിലുണ്ടായിരുന്നത്. നിങ്ങൾക്കിത് ചാനലിൽ കാണാവുന്നതാണ്. വീണ്ടും ഞാൻ ഇദ്ദേഹത്തിൻ്റെ എന്നെ ഉത്തരം പറയണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാനിതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷിച്ചത്. ഞാനതുകൊണ്ട് ഉത്തരം പറയുകയാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പോയി നോക്കി. അദ്ദേഹം വളരെ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി തുടങ്ങിയ ഒരു ചാനലാണെന്ന് അദ്ദേഹത്തിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ പറയുന്നുണ്ട്. ശരിയാണ്, അദ്ദേഹത്തിൻ്റെ ചാനലുകളിലെ വീഡിയോയുടെ തമ്പനയിൽ നോക്കിയാൽ നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം. ഞാനത് എഴുതി കാണിക്കുകയുള്ളൂ. അദ്ദേഹത്തിൻ്റെ എനിക്ക് തോന്നുന്ന 7-മത്തെയോ 8-മത്തെ വീഡിയോ കഴിഞ്ഞതിന് ശേഷമുള്ള ഒരു വീഡിയോയുടെ തമ്പനയിലാണ് ഇപ്പോൾ ഞാൻ എഴുതി കാണിക്കുന്നത്. കാരണം ഇത് നേരെ സ്ക്രീൻഷോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ ഗുരു മനോജ് ജോൺസനാണ്. മനോജ് ജോൺസൻ്റെ പരിപാടി നമുക്കറിയാമല്ലോ. ഇന്നാണ് ഞാൻ ഈ പുള്ളിയുടെ കുറേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വീഡിയോ ഇട്ടതാണ്. പുള്ളി അത് കോപ്പിറൈറ്റ് അടിച്ച് എൻ്റെ വീഡിയോ ബ്ലോക്കാക്കി എൻ്റെ ചാനലിനും പ്രശ്നമുണ്ടായി. അതുകൊണ്ട് അതിൽ പിന്നെ ഞാൻ ഈ സ്ക്രീൻഷോട്ട് ഇടുന്ന പരിപാടി നിർത്തി. ഈ ഗുരുവിൻ്റെ ശിഷ്യനാണല്ലോ ഇദ്ദേഹം. അപ്പം അതുകൊണ്ട് എനിക്ക് ഭയമാണ്. ഞാനതുകൊണ്ട് എഴുതി കാണിക്കാം, നിങ്ങൾക്ക് ചാനലിൽ പോയി കാണാം. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോയുടെ തമ്പനയിലാണ്. അപ്പോൾ ഇത് എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ പുള്ളി ഇങ്ങനെ താഴോട്ട് വരുന്നുണ്ട്. പുള്ളി ആരെയും ഹെയ്റ്റ് ചെയ്യുന്നില്ല, ഹെയ്റ്റിംഗ് സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നൊക്കെയാണ് പുള്ളിയുടെ അടുത്ത അവകാശവാദം. ഞാൻ വീണ്ടും ഒരു തമ്പനയിൽ നിങ്ങളെ കാണിക്കാം. അവിടെ അദ്ദേഹം ഒരു കൂട്ടം ആൾക്കാരെ വിളിക്കുന്ന ഒരു പേരാണ് നിങ്ങൾ കാണുന്നത്. അവിടെ ഊള എന്നാണ് അദ്ദേഹം എഴുതി കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ ഊള എന്ന് പറയുന്നത് ഹെയ്റ്റ് ഇല്ലാതെ ഒരാളെ അപ്രീഷിയേറ്റ് ചെയ്യാനോ അല്ലെ സന്തോഷിക്കാനോ സ്നേഹിക്കാനോ ഒക്കെ ഇദ്ദേഹം മറ്റുള്ളവരെ ഇങ്ങനെയാണോ വിളിക്കുക? എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഒരു വാക്ക് സഭ്യമല്ല. ആരും അങ്ങനെ പബ്ലിക്കായിട്ടൊന്നല്ല, ഇഷ്ടമില്ലാത്ത ആൾക്കാരെ പോലും അങ്ങനെ വിളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളി ഹെയ്റ്റ് ഇല്ല അല്ലെങ്കിൽ ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യുന്നില്ല എന്നൊക്കെ പറഞ്ഞെങ്കിലും ഇത് നേരെ തിരിച്ചാണ് എന്ന് എനിക്ക് ആദ്യം തന്നെ മനസ്സിലായി.
ഇല്ലെങ്കിൽ പുള്ളിക്ക് മോഡേൺ മെഡിസിൻ ആൾക്കാരോടുള്ള ഹെയ്റ്റ്രഡ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ പ്രസ്തുത വീഡിയോയുടെ ബാക്കി കാണുമോ അല്ലെങ്കിൽ പുള്ളി എന്നെക്കുറിച്ച് പറയുന്ന ബാക്കി കാര്യങ്ങൾ കേട്ടാലോ മനസ്സിലാകും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബേസിക്കായി പറഞ്ഞുകൊണ്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് കിടക്കാം, അടുത്ത മറുപടിയിലേക്ക്. അന്ന് മനോജ് ജോൺസൺ ഇത്ര പ്രശസ്തനായിരുന്നില്ല. ഇന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹത്തിന് ക്ലിനിക്കുകളുണ്ട്. ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. ഇപ്പം നിങ്ങൾ കേട്ടത് നമ്മുടെ ജോസ് തോമസിൻ്റെ ഗുരു ഒരു ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണെന്നാണ് പുള്ളി ഇവിടെ ക്ലെയിം ചെയ്യുന്നത്. എനിക്ക് ഈ ജോസ് തോമസിനുള്ള മറുപടി, ജോസ് തോമസിന് നട്ടലുണ്ടെങ്കിൽ ഈ പ്രസ്തുത ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യന് കേരള സ്റ്റേറ്റ് മെഡിക്കൽ കൗൺസിലിൽ ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനായിട്ട് രജിസ്റ്റർ ചെയ്തതിൻ്റെ തെളിവ് ഒന്ന് ഇടാൻ സാധിക്കുമോ? ജോസ് തോമസ് വലിയ ധൈര്യശാലിയാണ്. കരളുറപ്പുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനത്തിന് ഉറപ്പുണ്ടെങ്കിൽ ഏതെങ്കിലും മെഡിക്കൽ കൗൺസിലിൽ, ഇതിൻ്റെ കൂടുതൽ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം, പുള്ളിയുടെ നാച്ചുറോപ്പതി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് എടുത്തുകൊണ്ട് വരരുത്. ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യൻ എന്ന് വിളിക്കാൻ മെഡിക്കൽ കൗൺസിൽ അങ്ങേർക്ക് അനുവാദം കൊടുത്തിട്ടുണ്ടോ? ഇല്ലെങ്കിൽ മെഡിക്കൽ കൗൺസിൽ അനുവദിക്കാത്ത ഒരു പേര് വിളിക്കുമ്പോൾ അയാളെ എന്താണ് സാധാരണ നിയമത്തിന് മുമ്പിൽ എങ്ങനെയാണ് കൺസിഡർ ചെയ്യേണ്ടത്? ഈ രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് വെളിപ്പെടുത്തി തന്നാൽ വളരെ നന്നായിരിക്കും. ഞാൻ അദ്ദേഹത്തെ കാണുന്നത് പ്രമേഹ രോഗത്തിൻ്റെ അനുബന്ധ ചികിത്സയ്ക്കാണ്. ഞാനന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം തന്നെ അദ്ദേഹം ഒരുപാട് മരുന്നുകൾ കഴിക്കണമെന്നല്ല എന്നോട് പറഞ്ഞത്. അദ്ദേഹം എനിക്ക് ഒരു ഡയറ്റ് പ്ലാൻ തന്നു, എക്സർസൈസ് പറഞ്ഞു തന്നു. ഞാൻ ആ ഡയറ്റ് പ്ലാൻ സ്വീകരിച്ചു, എക്സർസൈസ് നിരന്തരമായി ചെയ്തു. വലിയ തോതിൽ പ്രമേഹമുണ്ടായിരുന്ന എനിക്ക് അത് നോർമൽ അവസ്ഥയിലേക്ക് വന്നു. ഞാൻ ആ ഡയറ്റ് പ്ലാൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ എനിക്കിന്നും നോർമൽ അവസ്ഥയിൽ നിൽക്കുമായിരുന്നു. പല യാത്രകളും ചെയ്യേണ്ടതുകൊണ്ടും പല സ്ഥലങ്ങളിൽ പോകേണ്ടതുകൊണ്ടും അങ്ങനെ ഒരു ഡയറ്റ് പ്ലാൻ കൃത്യമായി പാലിക്കാൻ കഴിഞ്ഞില്ല, കൃത്യമായി എക്സർസൈസ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീണ്ടും പ്രമേഹം കൂടി. ഞാൻ ഡയബറ്റിക് നോർമൽ സ്റ്റേജിലെത്തി, മരുന്ന് ഉപേക്ഷിച്ച ആളാണ്. വീണ്ടും മരുന്നെടുക്കേണ്ടി വന്നു. ഈ പറഞ്ഞത് നിങ്ങൾ കേട്ടല്ലോ. അറിയാതെ ആണെങ്കിലും ജോസ് തോമസ് ഇവിടെ ഒരു കാര്യം സമ്മതിക്കുകയാണ്. സാധാരണക്കാരനായ ഒരാൾ, ഒരു സാധാരണ ജോലി ചെയ്തു പോകുന്ന ഒരാൾക്ക് ഈ ഡയറ്റും എക്സസൈസും കൊണ്ടൊന്നും ഡയബറ്റിസ് കൺട്രോൾ ചെയ്ത് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് ആരെങ്കിലും മരുന്ന് നിർത്താം, നിങ്ങൾക്ക് എക്സസൈസ് മതി, ഡയറ്റ് പറഞ്ഞു തരാം എന്ന് പറഞ്ഞ് ആരെങ്കിലും നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് തട്ടിപ്പാണ് എന്ന് ഇൻഡയറക്റ്റായിട്ട് നമ്മുടെ ജോസ് തോമസ് നിങ്ങളോട് പറഞ്ഞു തരികയാണ്. നിങ്ങൾ ജോസ് തോമസിൻ്റെ എക്സാമ്പിൾ കേൾക്കുക. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം എക്സസൈസിങ് പരിപാടിയൊക്കെ ആയിട്ട് പോയി ഡയബറ്റീസ് കൺട്രോൾ ആയില്ല, അവസാനം മരുന്ന് കഴിക്കേണ്ടി വരുന്നു. അദ്ദേഹം ഇൻഡയറക്റ്റ്ലി നിങ്ങളോട് പറയുകയാണ്, ആരെങ്കിലും ഇതുപോലെ പറഞ്ഞ് നിങ്ങളെ പറ്റിക്കാൻ ശ്രമിച്ചാൽ നിങ്ങൾ മരുന്ന് കഴിക്കാതെ ഇതുപോലെ ഡയബറ്റീസ് മാറ്റുന്ന ആരുടെയും അടുത്ത് പോയാൽ നിങ്ങൾക്ക് പണി കിട്ടും എന്നാണ് ജോസ് തോമസ് ഇവിടെ നിങ്ങളോട് പറഞ്ഞു തരുന്നത്. താങ്ക് യു ജോസ് തോമസ് ഫോർ ദിസ് ഫേം സ്റ്റെപ്പ് ടുവേർഡ്സ് ദ പോസിറ്റീവ് മെഡിക്കൽ സപ്പോർട്ട് ടു ദ ഹ്യൂമാനിറ്റി. ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതാണല്ലോ ഈ ചികിത്സാവിധികളൊക്കെ. ഹോമിയോപ്പതി ആയാലും ആയുർവേദമായാലും സിദ്ധവൈദ്യമായാലും പ്രകൃതി ചികിത്സയായാലും ഒക്കെ ആയുഷ് മന്ത്രാലയത്തിൻ്റെ കീഴിൽ വരുന്നതാണ്. നിങ്ങൾ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനിൽ അംഗങ്ങളായിട്ടുള്ള ഡോക്ടേഴ്സിന് ധാരണയുണ്ട്, നിങ്ങൾ മാത്രമാണ് ചികിത്സിക്കാൻ അധികാരമുള്ളവർ. മറ്റ് ചികിത്സാ രീതികളൊക്കെ പാഴാണത്രേ. ഈ ഭാഗത്ത് നിങ്ങൾ കേട്ട് കാണും, അതായത് ടിയാൻ മുഴുവൻ ആയുഷ് മന്ത്രാലയത്തിൻ്റെയും PROഷിപ്പ് ഏറ്റെടുത്തിരിക്കുകയാണ്. അതായത് ഞാൻ ആയുർവേദം, നാച്ചുറോപ്പതി, ഹോമിയോ എന്നീ ബ്രാഞ്ചസിനെതിരെ ഘോരം പ്രസംഗിക്കുന്നത് അത്രേ. എൻ്റെ വീഡിയോ എല്ലാം ഓപ്പണാണ്, നിങ്ങൾക്ക് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഞാനൊന്നും വിഡ്രോ ചെയ്തിട്ടില്ല. ഏത് വീഡിയോയിലാണ് ഈ ജോസ് തോമസ് പറഞ്ഞതുപോലെ ഞാൻ ഇവരുടെ ബ്രാഞ്ചസിനെ അപമാനിച്ചത്? പക്ഷേ ഒരു കാര്യം ഓർക്കുക, പാല് കുടിച്ചാൽ ക്യാൻസർ വരും, ഗട്ട് ലീക്ക് ചെയ്യും, അല്ലെങ്കിൽ ഗ്ലൂക്കോസ് കഴിച്ചാൽ ക്യാൻസർ വരും, ഷുഗർ നിർത്തിയാൽ ക്യാൻസർ പോകും എന്നൊക്കെ പറഞ്ഞ് ആരെങ്കിലും, അത് ഏത് പതിക്കാരനായാലും ഞാൻ അതിനെ എതിർക്കും, അത് പൊളിച്ചെടുക്കും. അതും പ്രത്യേകം ഓർക്കുക. താങ്കൾ ചികിത്സിച്ച എല്ലാവരും ക്യാൻസർ ഭേദപ്പെട്ടാണോ പോയത്? താങ്കൾ ചികിത്സിച്ച എത്രയോ പേർ ക്യാൻസർ മൂർച്ഛിച്ച് മരിച്ചിരിക്കുന്നു. ഇനി അടുത്ത വെല്ലുവിളി, അതായത് ഞാൻ ക്യാൻസർ ചികിത്സിച്ച് എത്ര പേരെ രക്ഷപ്പെടുത്തി, എത്ര പേർ മരിച്ചുപോയി എന്നുള്ള കണക്ക് കൊടുക്കണം പോലും. അത് അങ്ങയുടെ ഗുരുവിൻ്റെ പണിയാണ് ചികിത്സയ്ക്ക് ഗ്യാരണ്ടി കൊടുക്കുന്നത്. മോഡേൺ മെഡിസിൻ ഒരു ശാസ്ത്രമാണ്, അത് ചികിത്സ നിർദ്ദേശിക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരാളുടെയും ആയുസ്സിന് ഗ്യാരണ്ടി കൊടുക്കാൻ ഞാൻ പഠിച്ചിട്ടുമില്ല. ഞാൻ പഠിച്ചത് ഇത്രയുമാണ്, നിങ്ങൾക്ക് ഇന്ന മരുന്നുകൾ കഴിച്ചാൽ ഇന്ന ഗുണഫലങ്ങൾ ലഭിക്കാം, ഇന്ന ഓപ്പറേഷൻ ചെയ്താൽ നിങ്ങൾക്ക് ഇന്ന ഗുണഫലം ലഭിക്കാം
എന്ന് പറഞ്ഞു കൊടുക്കുക. രോഗിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് സ്വീകരിക്കാം. അതാണ് മോഡേൺ മെഡിസിൻ്റെ രീതി. തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മുമ്പോട്ട് പോവുക. അല്ലാതെ ഒരാൾക്കും ഗ്യാരണ്ടി കൊടുക്കുന്ന ഒരു പരിപാടി മോഡേൺ മെഡിസിൻ ഇല്ല. എങ്കിൽ പോലും ഒരു കാര്യം ഞാൻ പറയുകയാണ്. ഞാൻ ഏതാണ്ട് 25,000-ൽ പരം ക്യാൻസർ രോഗികളെ ചികിത്സിച്ചിട്ടുണ്ട്. അവരിൽ ഏതാണ്ട് 13,625 പേര് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്, നോർമൽ ലൈഫ് നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എൻ്റെ ഓഫീസിലെ ആളോട് അന്വേഷിച്ചാൽ അവരുടെ ഡീറ്റെയിൽസും അഡ്രസ്സും ഒക്കെ കിട്ടുന്നതാണ്. പക്ഷേ അതിനു മുമ്പ് ഇൻഡിവിജ്വൽ രോഗികളുടെ കൺസെൻറ്റ് മേടിച്ചിരിക്കണമെന്ന് മാത്രം. കാരണം അതൊരു പ്രൈവറ്റ് അഫെയറാണ്. നിങ്ങളെപ്പോലെ പബ്ലിക്കായിട്ട് അലക്കാൻ എനിക്ക് താല്പര്യമില്ല. അതെൻ്റെ എത്തിക്സുമല്ല. അദ്ദേഹം ചിലപ്പോൾ ഈ ഡോക്ടേഴ്സൊക്കെ സർജറി ചെയ്യുന്ന വേഷമുണ്ടല്ലോ, ആ വേഷവിധാനത്തോടെയൊക്കെ വന്നിരുന്ന് വീഡിയോ ചെയ്യാറുണ്ട്. ഞാനൊരു ഡോക്ടറാണ്, ഡോക്ടർ തന്നെയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയാണോ അങ്ങനെ വേഷവിധാനങ്ങൾ എനിക്കറിയില്ല. എൻ്റെ വേഷം പുള്ളിക്കങ്ങ് തീരെ പിടിച്ചിട്ടില്ല. എന്നിട്ടും കലിപ്പ് തീരുന്നില്ലല്ലോ എൻ്റെ ശിവനെ എന്ന ഒരു സിനിമ ഡയലോഗാണ് എനിക്ക് ജോസ് തോമസിൻ്റെ ഈ ഡയലോഗ് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും എനിക്ക് ഇദ്ദേഹത്തിൻ്റെ ആ മറ്റേ തമ്പനയിൽ അദ്ദേഹം ഉപയോഗിച്ച ഒരു വാക്കുണ്ടല്ലോ, കൂട്ടിയുള്ള ആ വാക്കാണ് അദ്ദേഹത്തെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ട് ഞാനിവിടെ ശരിക്കും ഉപയോഗിക്കേണ്ടത്. പക്ഷേ എൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് ഞാനത് ഉപയോഗിക്കുന്നില്ല. എങ്കിലും വിവരമുണ്ടാകുന്നെങ്കിൽ ഉണ്ടാവട്ടെ എന്ന് വിചാരിച്ചൊരു കാര്യം പറയുകയാണ്. ഞാൻ ഇട്ടിരിക്കുന്ന വേഷത്തിൻ്റെ പേര് സ്ക്രബ് എന്നാണ്. സ്ക്രബ് എന്താണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക. അതിനും കഴിവില്ലെങ്കിൽ സ്ക്രബ് എന്ന് പറയുന്നത് ആധുനിക ഹോസ്പിറ്റലുകളിൽ ഏതെങ്കിലും സ്റ്റാൻഡേർഡ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ, നേഴ്സുമാരുടെ, മറ്റ് ടെക്നീഷ്യന്മാരുടെ വിവിധ കളർ കോഡിൽ അവരുപയോഗിക്കുന്ന യൂണിഫോമാണ്. അത് ഓപ്പറേഷൻ തിയേറ്ററിലും ഇത് ഉപയോഗിക്കാറുണ്ട്. ഇതിൻ്റെ പേരാണ് സ്ക്രബ്. ഇതൊന്നും അറിയാത്ത അദ്ദേഹത്തിൻ്റെ ഗുരുവിനെ പോലെയുള്ള തട്ടുകട ഹോസ്പിറ്റലിൽ മാത്രം പോയിട്ട് ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, പൊട്ടക്കെട്ടിലെ തവള പോലെയുള്ള എല്ലാം അറിയാമെന്ന് വിചാരിച്ച് സ്വയം ശാസ്ത്രജ്ഞൻ ചമയുന്ന ഇത്തരക്കാരൊക്കെ എന്തു മറുപടിയാണ് കൊടുക്കുക? ഒരു കാര്യം ഞാനിത് വിശദമായി പറയാനുള്ള കാര്യം, വേറെ പലർക്കും ഇതൊരു വിഷയമാണ്, ഒരു സംശയമാണ്. എൻ്റെ വേഷം അവർക്ക് പലർക്കും പിടിക്കുന്നില്ല. ഇതിൻ്റെ പേരാണ് സ്ക്രബ്. അതൊരു അംഗീകൃത ഹോസ്പിറ്റലിലെ യൂണിഫോമാണ്. ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും ഈ വേഷം ധരിക്കുകയാണ്. വീഡിയോ ചെയ്യുമ്പോഴും ഞങ്ങൾ പുറത്ത് ക്യാൻറ്റീനിൽ പോകുമ്പോഴും ഒക്കെ ഞങ്ങളത് ഇട്ടുകൊണ്ടാണ് പോകാറുള്ളത്. അത് ഒരു ഹോസ്പിറ്റൽ വേഷമാണ്. അത് ഇനി അവസാനമായിട്ട് നിങ്ങൾക്ക് ജോസ് തോമസിന് അത് തീരെ പിടിച്ചില്ലെങ്കിൽ അതെൻ്റെ വിഷയമല്ല. എനിക്കിഷ്ടമുള്ള വേഷം ഞാൻ ധരിക്കും. അത് ഞാനൊരു ഇന്ത്യക്കാരനായതുകൊണ്ടും അത് ഇന്ത്യൻ നിയമം എനിക്ക് അനുവദിക്കുന്നുണ്ട് എന്നുകൂടി പ്രത്യേകം ഓർക്കുക. താങ്കൾക്കറിയാമോ, കോട്ടക്കൽ ആര്യവൈദ്യശാലയിൽ ഈ എത്രയോ പേർ ക്യാൻസർ രോഗികൾ സുഖപ്പെട്ടിട്ടുണ്ടെന്ന്, അവിടെ ആശ്വാസം കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഏതൊരു ചികിത്സാ രീതിക്കും അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ട്. ഞാൻ ഉത്തരം പറയണമെന്ന് പറഞ്ഞ് അദ്ദേഹം അങ്ങനെ കാട് കയറി പോവുകയാണ്. എൻ്റെ ഇടയ്ക്ക് കോട്ടക്കൽ ആര്യവൈദ്യശാലയൊക്കെ ഇതിൻ്റെ അകത്ത് വലിച്ചിടുന്നുണ്ട്. ഞാൻ ഇവരുടെ കാര്യങ്ങളൊന്നും ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല. എങ്കിലും അദ്ദേഹം വിളിച്ചിട്ടതുകൊണ്ട് ഞാനൊന്ന് പറയുകയാണ്. അതായത് ബയോപ്സി ക്യാൻസറാണെന്ന് പ്രൂവ് ചെയ്തതിന് ശേഷം വേറൊരു ചികിത്സയും ചെയ്യാതെ ഈ പറഞ്ഞ പ്രസ്തുത വൈദ്യശാലയിൽ മാത്രം ചികിത്സിച്ച് കംപ്ലീറ്റായിട്ട് ക്യാൻസർ കുറേ ആൾക്കാരെ അങ്ങേർക്ക് അറിയാമെന്നാണ് പറഞ്ഞ്, അങ്ങനെ ഒരാളെയെങ്കിലും എനിക്ക് ഒന്ന് കാണിച്ചു തരാൻ പറ്റുമോ? എനിക്കറിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആരെയും കളിയാക്കാനോ അല്ലെങ്കിൽ ആരുടെയും കഴിവിനെ കുറച്ച് കാണിക്കാനോ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. എങ്കിലും അദ്ദേഹം നിങ്ങളിത് പറഞ്ഞതുകൊണ്ട് മാത്രം ഒന്ന് ചോദിച്ചു എന്ന് മാത്രം. 35 മരുന്നുകളുടെ ഒരു ലിസ്റ്റാണ്. ജോജോ ബി ജോസഫൊക്കെ കൃത്യമായി ഇതൊന്ന് നോക്കണം. ഈ മരുന്നുകൾ നിങ്ങൾ അറിഞ്ഞു കാണും. എൻ്റെ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ ഒരു കോമ്പിനേഷൻ മരുന്ന് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളാണ്. എനിക്കുണ്ടാവുന്ന പാർശ്വഫലങ്ങൾ അതിനാര് മറുപടി പറയും? എന്തുകൊണ്ടാണ് ഈ മരുന്നുകളുടെ പാർശ്വഫലങ്ങൾ പരിശോധിക്കാതെ ഇതെല്ലാം വിപണിയിലേക്ക് ഇറക്കി വിട്ടത്? ഇത്രയും നേരം കാര്യങ്ങളൊക്കെ അദ്ദേഹം പറഞ്ഞത് എന്നെ ചൊറിയാനായിരുന്നു. ഇനി അവസാനം വീണ്ടും പറയാണ്, അദ്ദേഹം വരുന്നു, അദ്ദേഹത്തിൻ്റെ സമൂഹത്തോടുള്ള കടപ്പാട് വെളിപ്പെടുത്താനായിട്ട് എനിക്കൊരു ക്വസ്റ്റ്യൻ ഇട്ട് തന്നിട്ടുണ്ട്. അതായത് മോഡേൺ മെഡിസിൻ കുറേ എണ്ണം നിരോധിച്ചിരിക്കുന്നു, ഇത് കഴിച്ചവരുടെ അവസ്ഥ എന്ത്, അവർ ഗിനിപ്പിഗുകളാണോ, അവരുടെ എല്ലാം ജീവിതം പോയില്ലേ എന്നുള്ളത്. ഇതിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള മറുപടി ഞാൻ നിങ്ങൾ കഴിക്കുന്നത് നിരോധിച്ച മരുന്നാണോ എന്ന് ചോദിച്ച് ഒരു 20 മിനിറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ആ വീഡിയോ പ്രസ്തുത വീഡിയോ ടിയാൻ്റെ ഇപ്പോൾ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ അടിയിൽ ഞാൻ ലിങ്ക് കമൻറ്റിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്തതാണ്. ഇങ്ങേർക്ക് വിശദമായ ഉത്തരമാണ് ഉദ്ദേശം വരുന്നെങ്കിൽ അങ്ങേര് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം ഇട്ടാലും അങ്ങേര് ഉടനെ ഇത് ഡിലീറ്റ് ചെയ്ത് കളയും. അതായത്
അങ്ങേർക്ക് ശരിയായ ഉത്തരം അറിയാം, പക്ഷേ നാട്ടുകാരെ അറിയരുത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടുകാർക്ക് ഇത് കാണാനായിട്ട് ഇപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണുന്ന ഞാൻ താഴെ ലിങ്കിൽ ചേർത്തിട്ടുള്ള ആ ഭാഗം കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും. ഒരു മരുന്നും ഇതുവരെ നിരോധിച്ചിട്ടില്ല. അതായത് ഇപ്പോഴത്തെ ഈ ഗ്രൂപ്പിൽ ഒരു മരുന്നും നിരോധിച്ചിട്ടില്ല. ചില ഫിക്സഡ് ഡോസ് കോമ്പിനേഷൻസ് വിഡ്രോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിനെയാണ് ടിയാൻ മരുന്ന് നിരോധനം എന്ന് പറഞ്ഞ് ആൾക്കാരെ ഭയപ്പെടുത്തുന്നത്. എൻ്റെ ഒരു അകൽന്ന ബന്ധു കടുത്ത തലവേദന, ഡോക്ടറെ അടുത്ത് നിന്ന് പറഞ്ഞത് മൈഗ്രെയിനാണ്, ഉറങ്ങാനുള്ള മരുന്ന് കൊടുത്തു വിട്ടു. രാത്രിയിൽ അയാൾ മരിച്ചു. തലച്ചോറിലെ വെയിൻ പൊട്ടി ബ്ലഡ് ക്ലോട്ട് ചെയ്തതാണ് കാരണം. പിന്നെ ജോസ് തോമസ് ഈ പറഞ്ഞ ആരോപണം, അതായത് എന്തോ ചികിത്സാ പിഴവിൻ്റെ കാര്യമാണ് പുള്ളി ഇപ്പം നിങ്ങൾ പറയുന്നത് കേൾക്കുന്നത്. ഞാൻ ഒരു കാര്യമാണ്, ഇപ്പം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന മനോരമയിൽ വന്ന ഒരു ന്യൂസാണ്. ജോസ് തോമസ് ഒരു സിനിമാക്കാരനാണെന്ന് പറയുന്നത്. എല്ലാ സിനിമാക്കാരും അങ്ങനെയാണ് എന്ന് ഞാൻ പറഞ്ഞാൽ അത് ജോസ് തോമസ് അംഗീകരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഈ ജോസ് തോമസ് പറയുന്ന പോലെ ഈ ചികിത്സാ പിഴവെന്ന് പറയുന്നത് മോഡേൺ മെഡിസിൻ്റെ ഒരു ഭാഗമാണെന്ന് ഞാനും സമ്മതിക്കാം. അമേരിക്കയിലൊക്കെ പാരസെറ്റമോൾ നിരോധിച്ചു എന്ന് പറയുമ്പോൾ നിങ്ങൾ തമാശ പറഞ്ഞിട്ടില്ലേ? ഇവിടെ പാരസെറ്റമോൾ യഥേഷ്ടം വിൽക്കുമായിരുന്നല്ലോ. അമേരിക്കയിൽ പാരസെറ്റമോൾ നിരോധിച്ചു എന്ന് പറഞ്ഞാൽ പമ്പര വിഡ്ഢിത്തം ഇത്ര പബ്ലിക്കായിട്ട് ഇദ്ദേഹത്തെ പോലെയുള്ളവർക്ക് പറയാനായിട്ട് എങ്ങനെയാണ് സാധിക്കുക? ഇനി വല്ല ബീഡിയും വലിച്ചിട്ടാണോ ഈ വീഡിയോ ചെയ്തത്? ചെറിയൊരു തലവേദന വന്നാൽ നിങ്ങൾ ടെസ്റ്റ് നടത്തിക്കൊള്ളുക. അവർ തരുന്ന ഈ ഭീകര മരുന്നുകൾ കഴിക്കാതിരിക്കുക. അവസാന ഉപദേശം നിങ്ങൾക്ക് തരുന്നത് കേട്ടല്ലോ. അതായത് നിങ്ങൾ ആശുപത്രിയിൽ പോയി പരിശോധന നടത്തിക്കോളൂ, പക്ഷേ മരുന്നൊന്നും കഴിക്കരുത്. പക്ഷേ ആദ്യം നിങ്ങൾ കേട്ടല്ലോ, അദ്ദേഹം ഡയബറ്റീസിന് മരുന്ന് കഴിക്കുന്നുണ്ട്, പക്ഷേ നിങ്ങളാരും കഴിക്കരുത് എന്നാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കാര്യങ്ങളുടെ കിടപ്പ് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ ഒരു സാധാരണ ഭാഷയിലുള്ള ഒരു വീഡിയോ ആയിരുന്നില്ല ഇത്. പക്ഷേ പല വീഡിയോകളും കണ്ടതിന് ശേഷം ഞാനൊരു കാര്യം മനസ്സിലാക്കി, തെറിക്കുത്തരം മുറിപ്പത്തൽ, അതാണ് ഏറ്റവും നല്ല പോളിസി.